ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നമ്മളോട് കൂടുതൽ ഒരു താല്പര്യം തോന്നാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ലോ ഓഫ് അട്രാക്ഷനിൽ പ്രാക്ടീസ് ഉണ്ടോ എന്നുള്ളത് പല ആളുകളും ചോദിക്കാറുണ്ട്. അത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ടോപ്പിക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ആദ്യം തന്നെ ആരെയാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ക്ലാരിറ്റി വരുത്തണം. അത് നമ്മളുമായിട്ട് പരിചയമുള്ള ആളാണെങ്കിൽ പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ നടക്കും, പരിചയമില്ലാത്ത ആളാണെങ്കിൽ നടക്കും, പക്ഷെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ അത് റെഡി ആവത്തുള്ളൂ. അപ്പം നമ്മൾ കാണുന്ന അല്ലെങ്കിൽ കോണ്ടാക്റ്റിലുള്ള ആളെങ്കിലും ആയിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. അപ്പോഴാണ് ഞാൻ ഇപ്പോൾ പറയുന്ന ഈ ഒരു പ്രാക്ടീസ് വർക്കാവത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരാളെ ചൂസ് ചെയ്തു, ഒരാളെയല്ല, നമുക്കിഷ്ടമുള്ള അല്ലെങ്കിൽ തിരിച്ചിഷ്ടമാണെന്ന് പറഞ്ഞ് നമുക്കൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ആഗ്രഹിക്കുന്ന ആളെ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടാവുക, അല്ലേ? അപ്പോൾ ഫസ്റ്റ് രാത്രിയിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രാക്ടീസ് ഉണ്ട്, മോർണിംഗിൽ ചെയ്യേണ്ട ഒരു പ്രാക്ടീസ് ഉണ്ട്. ആദ്യം മോർണിംഗിൽ ചെയ്യേണ്ട പ്രാക്ടീസാണ് ഞാൻ പറയുന്നത്. 3 പവർഫുള്ളായിട്ടുള്ള സെൻറ്റൻസുകളുണ്ട്. ഈ സെൻറ്റൻസുകൾ നിങ്ങൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ കണ്ണടച്ചുകൊണ്ട് ബെഡിൽ കിടന്നിട്ടാവാം അല്ലെങ്കിൽ എണീറ്റിരുന്നിട്ടാവാം ഒരു 10 ബ്രീത്തിങ് ചെയ്യുക. ഒന്ന് ജസ്റ്റ് മൈൻഡിനെ ഒന്ന് കാമാക്കാൻ വേണ്ടിയിട്ട് സ്ലോലി ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ഒരു 10 തവണ ചെയ്യാം. ആ ബ്രീത്തിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. അതിനുശേഷം ഒന്നാമത്തെ സെൻറ്റൻസ് ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറയേണ്ടത്. കാരണം നമ്മളെ സ്നേഹിക്കാതെ ഒരിക്കലും മറ്റൊരു വ്യക്തി നമ്മളെ സ്നേഹിക്കണം അല്ലെങ്കിൽ നമ്മളോട് അട്രാക്ഷൻ തോന്നണം എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. ഇപ്പം സെൽഫ് ലവ് മസ്റ്റാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് മാക്സിമം ഫീൽ ചെയ്തിട്ട് ഉള്ളിൽ പറയാം. രണ്ടാമത്തെ സെൻറ്റൻസ് ആരാണോ ആ വ്യക്തി എന്നെ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ പറയാം. എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഒരു പേര് പറയുന്നുണ്ട്, പേര് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒക്കെ ഇത് ആര് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലും ഓപ്പോസിറ്റ് ആരാണോ ഏത് വ്യക്തിയെയാണോ നിങ്ങൾ കാണുന്ന ആ വ്യക്തിയുടെ പേര് നിങ്ങൾ എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക. ഞാനിവിടെ ചിത്ര എന്ന എക്സാമ്പിളായിട്ട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ചിത്ര എന്നെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ സെൻറ്റൻസ്. ഫസ്റ്റ് എന്തായിരുന്നു? ഞാൻ എന്നെ സ്നേഹിക്കുന്നു. രണ്ടാമത്തേത് ചിത്ര എന്നെ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തേത് ചിത്രയ്ക്ക് എന്നോട് ആകർഷണം തോന്നുന്നു. ചിത്രയ്ക്ക് എന്നോട് ആകർഷണം തോന്നുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അട്രാക്ഷൻ തോന്നുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞാലും മതി. പേര് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാം മോർണിംഗിൽ. ഓക്കെ, ഇനി രാത്രിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തിയുമായിട്ട് നിങ്ങൾ ആഫ്റ്റർ മാരേജോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായതിന് ശേഷമുള്ള 1-2 സിറ്റുവേഷൻസ്, ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നത്, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നത്, ഒന്നിച്ച് സ്നേഹം പങ്കിടുന്നത്, ഇങ്ങനെയുള്ള വിഷ്വൽസൊക്കെ നിങ്ങൾ അത് മനസ്സിൽ കൃത്യമായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക, ഇമാജിൻ ചെയ്യുക, അത് മാക്സിമം ഫീൽ ചെയ്യുക രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ്. ഓക്കെ, അപ്പോൾ രാത്രിയിൽ ഒരു പ്രോപ്പർ വിഷ്വലൈസേഷനും മോർണിംഗിൽ ഈ 3 സെൻറ്റൻസുകൾ മനസ്സിൽ ഫീൽ ചെയ്ത് പറയുക കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്പെസിഫിക് പേഴ്സണെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മോർണിംഗിൽ നിങ്ങൾ ബ്രീത്തിങ് കഴിഞ്ഞതിന് ശേഷം മനസ്സിൽ ആ വ്യക്തിയുടെ ഒരു മുഖം കണ്ടിട്ട് വേണം നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള ആ സെൻറ്റൻസുകൾ പറയാം. ഫസ്റ്റ് സെൻറ്റൻസ് പറയുമ്പോൾ വേണമെന്നില്ല. ഫസ്റ്റ് സെൻറ്റൻസ് ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്, അത് നിങ്ങളെ തന്നെ കണ്ടാൽ മതി മനസ്സിൽ. രണ്ടാമത്തെ സെൻറ്റൻസും മൂന്നാമത്തെ സെൻറ്റൻസും പറയുമ്പോൾ ആ വ്യക്തിയെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് അത് മാക്സിമം ഫീൽ ചെയ്തിട്ട് പറയാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. 100% റിസൾട്ട് ഉറപ്പാണ്. ഇനി നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് എനിക്ക് അട്രാക്റ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്, ഞങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ വൺ സൈഡ് ലവ് ആണ്, എനിക്ക് സെറ്റാവുമോ എന്നുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഗൈഡൻസോ അല്ലെങ്കിൽ സപ്പോർട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്, വിളിച്ച് സംസാരിക്കാം. ഓക്കെ, ഇനി വിളിച്ച് സംസാരിക്കാൻ മടിയുള്ള ആളുകളാണെങ്കിൽ മെസ്സേജ് ഇട്ടാലും മതി. ഞങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യും. ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.